പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. JKV പ്രസന്റിംഗ്. എല്ലാവർക്കും സൗഖ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ we will go to our portion. Clear? Then now come to chemistry classes. Now in last class we are discussed about Bohr atom model. 4 postulates, very important, and then its problems, numerical problem, that is also important, but postulates, Bohr atom model is very important than problems. Okay, now if you are going to entrance examination, the problem side is more important. Okay, so in our public examination, Bohr atom model is important. Okay, so anyway, now നമ്മൾ ഇതുവരെ നോക്കിയത് Bohr atom മോഡലിന്റെ പ്രോബ്ലം പറയാം. ഓക്കെ, ഇനി നമ്മള് Bohr atom മോഡലിന്റെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ നോക്കണം. പ്രശ്നങ്ങൾ മീൻസ് ഫെയിലുവർ ഓർ ഡ്രോബാക്സ് എന്ന് പറയും. സോ യു ജസ്റ്റ് ലിസൺ അവർ ക്ലാസ്. സോ യു ജസ്റ്റ് കൺസിഡർ ആറ്റോമിക് സ്പെക്ട്രം. നമ്മൾ നേരത്തെ പഠിച്ചാണ് ആറ്റോമിക് സ്പെക്ട്രം. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് സ്പെക്ട്രം നമുക്ക് കിട്ടുക ഇങ്ങനെയാണ്. സോ സം ലൈൻസ് ആണ്. Can you follow? So it is just some lines. It may be Lyman, Balmer, Pascal. Okay. So anyone. So suppose it is a Lyman set എന്ന് വിചാരിക്കാം. Okay. അല്ലെങ്കിൽ Balmer set. Balmer നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. It is in a visible region. അപ്പോ ഇതൊരു ബാൽമർ സെറ്റാണ്. ഒരു ബാൽമർ ബാൻഡ് എന്ന് പറയും. ഓക്കെ, ഇതൊരു മൊത്തം ഇത് മുതൽ ഇതുവരെ ബാൽമർ സെക്ഷനാണ്. അപ്പോ ഇത് പോയി കഴിയുമ്പോൾ നമുക്ക് കുറേം കൂടി ഒരു നല്ല സ്പെക്ട്രോസ്കോപ്പ് അല്ലെങ്കിൽ പവർഫുൾ സ്പെക്ട്രോസ്കോപ്പ്. സാധാരണ നമ്മൾ മൊബൈലില് 5x എന്ന് പറയും, ഇപ്പോ 25x ടൈപ്പ് ഓഫ് ക്യാമറയാണ് മൊബൈലില്. അത് വളരെ ക്ലാരിറ്റി കൂടുതലാണ്. അപ്പോ കാര്യങ്ങൾ വേർതിരിച്ച് കാണാൻ പറ്റുന്ന ഇതിന് പറയുന്ന പേരാണ് റെസല്യൂഷൻ. വാട്ട് ഈസ് റെസല്യൂഷൻ? അപ്പൊ എന്ന് പറഞ്ഞാൽ 2 കാര്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു യെല്ലോ ചോക്കും റെഡ് ചോക്കും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ നന്നായിട്ട് വേർതിരിച്ച് കുറച്ച് ദൂരത്ത് നിന്ന് പോലും കാണാൻ പറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റെസല്യൂഷൻ ഉള്ളത്. ഈ റെസല്യൂഷൻ ഈസ് ഹൈ. ഓക്കെ, അപ്പോ നമ്മൾ കുറേം കൂടി നല്ല റെസല്യൂഷൻ ഉള്ള സ്പെക്ട്രോസ്കോപ്പ് നോക്കിയപ്പോ ഇതിന്റെ ഇടയ്ക്ക് ചില ലൈൻസ് വരാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വേ, സം ലൈൻസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഇങ്ങനെ കുറച്ച് ലൈൻസ് വരാം. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ലൈൻസിന് അപ്പൊ വിളിച്ച പേരാണ് ഫൈൻ സ്പെക്ട്രം. ഓക്കെ, പഴയ ഉള്ളത് നോർമൽ സ്പെക്ട്രം, ഇതും കൂടി ഉള്ളതിന് പറയുന്ന പേരാണ് ഫൈൻ സ്പെക്ട്രൽ ലൈൻസ്. ഇറ്റ് ഇസ് കാൾഡ് ഫൈൻ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും ഫൈൻ സ്പെക്ട്രൽ ലൈൻസ്. നോ, ദിസ് ഈസ് നോർമൽ വൺ. ഇൻ വൈറ്റ് ചോക്ക് ഇറ്റ് ഈസ് നോർമൽ വൺ. More than that, if you use high resolving power spectroscope, we can get these lines also. Okay, this is called fine spectral lines. It is called fine spectral lines. At least spectra എന്ന് പറയാം, fine spectra. ഓക്കെ, ഈ ചെറിയ എന്തുകൊണ്ട് വരണമെന്ന് ബോർ ആറ്റം മോഡലിൽ വിശദീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ ഉള്ള കാര്യം ഇതാണ്. n ഈക്വൽ ടു 1 കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളൂ 2 ഉള്ളൂ. 2 കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളൂ 3 ഉള്ളൂ. 3 കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളൂ 4 ഉള്ളൂ. അപ്പോ ഈ 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് വേറെ എന്തോ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ലൈൻ. Can you follow? ഓക്കെ, ബട്ട് ഈ 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് ബോർ ആറ്റം മോഡൽ വരെയുള്ള കാര്യം. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ സ്പെക്ട്രൽ ലൈൻസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ആർക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല. ബോർ ആറ്റം മോഡൽ cannot explain. Correct? But in examination or in simple way of talking, you just consider Bohr atom model cannot explain the fine spectral lines. അത്ര മാത്രം എഴുതിയാൽ മതി. Fine spectral lines. Correct? Okay. Now, this is called fine spectral lines. Now, you just consider one more thing. In this time, I am taking only one spectral line. Okay, ലൈമിന് കിട്ടുന്നതാവാം, ബാൽമറിലാവാം. ഞാൻ വൈറ്റ് ചോക്ക് കൂടെ ചെയ്യാൻ കേട്ടോ. That is a white choke. Okay, so that is only considering one spectral line. Okay, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഒരെണ്ണം മാത്രം നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്ത് കൊടുത്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. വാട്ട് ഇസ് ദാറ്റ്? ഇലക്ട്രിക് ഫീൽഡ്. കറക്റ്റ്? Can you follow? അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവുന്ന ആറ്റത്തിന്റെ ചുറ്റും നമ്മൾ എന്ത് കൊടുത്തു, നോർത്ത് പോളും സൗത്ത് പോളും വെച്ചു. അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും വെച്ചു.
പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ്, നോർത്ത് പോളും സൗത്ത് പോളും വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഡോണ്ട് കൺഫ്യൂസ്. ഫസ്റ്റ് ഐ ആം അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇ എന്നാ പറയുന്നത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇ, വി ആർ അപ്ലൈയിങ് എ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ, ഇറ്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോ എന്ത് പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് ജസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന ആ ലൈൻ മാഞ്ഞുപോയി. സോ നേരത്തെ ഉണ്ടായിരുന്ന ലൈൻ ഇവിടെ ഉണ്ടായിരുന്നത്, ഞാൻ ആ ഡോട്ടഡ് ലൈനിലാണ് വരയ്ക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ലൈനാണ്, അത് മാഞ്ഞു പോയിട്ട് അതിന്റെ ചുറ്റും വേറെ 2 ലൈൻസ് എക്സ്ട്രാ. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. Can you follow? ഇത് വാനിഷായി, ഇതില്ല. പിന്നെ ഞാൻ ഡോട്ടർ ലൈൻ വരച്ചെന്നുള്ളൂ മനസ്സിലാവാൻ വേണ്ടി. അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ലൈൻസ് കൂടുതൽ വന്നു. Can you follow? Yes. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. What is the name? Stark effect. So this is generally called stark. Okay, this is called stark effect. Okay. So ആ സയന്റിസ്റ്റ് ആണ് അതിൻ്റെ അകത്ത് പിന്നെ മനസ്സിലാക്കി ഈ കാര്യം ഇങ്ങനെയുണ്ട്, സ്റ്റാർക്ക് ഇഫക്റ്റ്. സപ്പോസ് ഇഫ് യു കൺസിഡർ ഇതേ കാര്യം തന്നെ നമ്മൾ ഈ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് മാറ്റി പകരം മാഗ്നറ്റിക് ഫീൽഡ് ആക്കി. മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ നൊട്ടേഷൻ ബി ആണ്, ബി. ഓക്കെ, വേറെ ഒന്നുമില്ല, നോർത്ത് പോളും സൗത്ത് പോളും വെച്ചോ. അപ്പോഴും ഇതേ പ്രതിഭാസം തന്നെ വന്നു. ഓക്കെ, അതായത് ഈ ലൈൻ മാഞ്ഞു പോയിട്ട് പകരം വേറെ 2 ലൈൻ അതിന് ചുറ്റും വന്നു. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഓക്കെ, and this effect is another name, under another name, and it is called Stark effect. Okay, oh, I forget the name. This is called Stark effect. Okay, just a minute. This is a Stark effect. Magnetic field, it is there, so it is called, wait a second, I forget a little bit. Okay, so wait a second. Okay, it is called Zeeman effect. A very famous scientist. His name is called Zeeman. Okay, it is called Zeeman effect, and this effect is called Zeeman effect. Okay, then Zeeman effect. Okay, Zeeman effect. And so these 2 effects cannot explain by Bohr atom model. Okay, though that what is Zeeman effect? Zeeman effect is the splitting of നേരത്തെ 1 ഉണ്ടായിരുന്നു, അത് സ്പ്ലിറ്റ് ആയി. Splitting of spectral lines by the application of magnetic field is called Zeeman effect. What is Stark effect? It is also splitting of spectral lines by the application under the influence of electric field. That is called Stark effect. So the Bohr atom model cannot explain the Zeeman effect as well as the Stark effect. Okay, so that is the next problem of what Bohr atom model. This is the first problem of Bohr atom model, and this is the second problem of the Bohr atom model. Okay, and third one is also easy to understand also. അതായത് അത് ബോറിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. തേർഡ് വൺ അത് നമ്മൾ എക്സ്ട്രാ ചേർത്ത് പറയാം. ബോർ ഹൈഡ്രജൻ ആറ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബോർ ആറ്റം മോഡൽ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് എന്നും പറയാം. എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അത് വെച്ചുകൊണ്ട് നമുക്ക് 2 ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹീലിയം ആവാം, 3 ഇലക്ട്രോൺ സിസ്റ്റം ലിഥിയം ആവാം, അതിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ബോർ കനോട്ട് concentrate on other atom. He concentrate on a simple atom. What is that? Hydrogen atom. Okay, so that is the another problem of Bohr atom model. It cannot explain spectral lines, okay, or properties of other elements than hydrogen. Okay, hydrogen ഒഴിച്ച് ബാലൻസിലുള്ളൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. Okay, the last one, fourth one, ഇത് നമ്മൾ കൂട്ടിച്ചേർത്താണ്. ബോർ ഉദ്ദേശിച്ചല്ല, ബോർ ആറ്റം മോഡൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. So he cannot explain, or he is not wish to explain what is the chemical bond. നമ്മൾ അതും കൂട്ടിച്ചേർത്തു. So what is that? Then Bohr atom model cannot explain a chemical bonding or covalent bond. 2 ആറ്റം ചേർന്നതിന് ഇടയ്ക്കുള്ള ബോണ്ടിനെ പറയുന്ന അല്ലെങ്കിൽ അട്രാക്ഷൻ പറയുന്ന പേരാണ് ബോണ്ട്. സോ അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് വെച്ചിട്ട് ബോർ ആറ്റം മോഡൽ. ശരിക്കും പറഞ്ഞാൽ 2 ഡിഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഒന്ന് ഇത് രണ്ടും. ഓക്കെ, ബാക്കി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താണ്. ഓക്കെ, these 2 are important, or you can also do this. Okay, so ഇതൊന്ന് പെട്ടെന്ന് എഴുതിയേക്കാം. So heading drawbacks or failure, ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. Drawback
or failures of Bohr atom model. Drawbacks or failures of Bohr atom model. Okay, Bohr atom model. Clear? Yes. First one, Bohr atom model cannot explain the fine spectral lines. Cannot explain the fine spectral lines. First one, cannot explain the fine spectral lines. അതെന്താ നമ്മൾ നോട്ടിൽ വിശദീകരിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൈഡിൽ പിക്ചർ വരച്ചു വയ്ക്കാം. ഇതാണ് ശരിക്കും ഫൈൻ സ്പെക്ട്രൽ ലൈൻസ്. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് വൺ, Bohr atom model cannot explain the Stark and Zeeman effect. Stark and Zeeman effect. താഴെ അതിന്റെ ചോട്ടില് എന്താണ് സ്റ്റാർക്ക് എന്നും സീമൻ എന്നും എഴുതി വെച്ചേക്കാം. അത് പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓൺലി റൈറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് ഇഫക്ട് ആൻഡ് സീമൻ ഇഫക്ട്. പക്ഷെ നമുക്ക് അറിയാൻ വേണ്ടി മാത്രം താഴെ ഒന്ന് എഴുതി വെക്കുന്നു. സോ it is the splitting of spectral lines. It is the splitting of spectral lines by the application of electric field. Application of electric field. എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ സ്റ്റാർക്ക് ഇഫക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ആണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. ക്ലോസ് ബ്രാക്കറ്റ് or by the application of magnetic field. By the application of magnetic field. Bracket magnetic field split ആണെങ്കിൽ that is called Zeeman effect. Zeeman effect. Zeeman is a very famous scientist. Was a scientist. Not. Okay, he's not no more here. No. Okay. Then third one. Third one നമ്മൾ എന്താ പറഞ്ഞത്? Bohr atom model cannot explain atomic spectra of other elements. Spectra of other elements. Hydrogen പറ്റില്ല. Other elements. Cannot explain the atomic spectra of other elements. Fourth one, Bohr atom model cannot explain the formation of chemical bonds. Chemical bond എന്തുകൊണ്ടുണ്ടാവുന്നു? Okay, formation of chemical bonds. Clear? Okay, this is also very important. Sometimes they can ask in public examination what are the drawbacks of Bohr atom model. It's a 2-mark question. നിങ്ങൾ 2 പോയിന്റ് പഠിച്ചു വയ്ക്കാം. You can memorize easily 2 points. Any 2 points. 4 പോയിന്റ് പഠിച്ചു വയ്ക്കാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ മതി, കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് 2 എഴുതിയാൽ മതി. 2 മാർക്കിൽ 2 എഴുതാം. Okay, then we are moving to another section. That section is very important. Okay, ശരിക്കും നമ്മൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടം തിയറി ഓഫ് ആറ്റം. ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയാറുണ്ട്, ക്വാണ്ടം തിയറി എന്ന് പറയാറുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയ തിയറി നമ്മൾ ആദ്യം പഠിച്ചത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഇറ്റ്സ് കാൾഡ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ആ സമയത്ത് എന്താണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറഞ്ഞത്? സോ ദർ ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. അത് വേവ് ആണ്. ആ വേവിൽ തന്നെ എന്തുണ്ടാവും? ഫോട്ടോൺസ് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദാറ്റ്? ഫോട്ടോൺസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഒരു വൺ വേവ് and here again another wave. It is a photons are there. These are called photons. Okay, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വേവ് എന്ന് പറഞ്ഞാൽ ഇതിന് സ്വഭാവത്തിൽ നമ്മൾ പറയുന്ന വേവ് നേച്ചർ എന്ന് പറയും. ഇത് പാർട്ടിക്കിൾ ആണ്. സോ ദിസ് ആൾസോ പാർട്ടിക്കിൾ. അപ്പൊ നമ്മൾ വേവ് ആണെന്ന് കരുതിയ ഒരാളുടെ അടുത്ത് എന്തുണ്ട്? കണികാ സ്വഭാവം. ഓക്കെ, അല്ലെങ്കിൽ തരംഗമാണെന്ന് കരുതിയ ഒരാളുടെ അടുത്ത് കണികാ സ്വഭാവമാണ്. സോ ഇറ്റ് ഇസ് കാൾഡ് പാർട്ടിക്കിൾ നേച്ചർ. അപ്പൊ ഇത് രണ്ടും ചേർന്നാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. കറിഫോളോ ഒന്നുകൂടെ പറയും. വേവ് ആണെന്ന് കരുതിയതിന്റെ ഒപ്പം തന്നെ പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോ വേറൊരാൾ, അദ്ദേഹത്തിന്റെ പേര് de Broglie എന്നാണ്. ഇറ്റ്സ് വെരി ഫേമസ് നെയിം, ബട്ട് സം പീപ്പിൾ ആർ റോങ്ലി കാൾഡ് de Broglie. It is not correct pronunciation of de Broglie.
Okay, just like de Broglie. The original pronunciation is de Broglie. Okay, so very famous scientist, French scientist. ഓക്കെ, സാധാരണ ഇതിൽ ആൾക്കാർ ഇങ്ങനെ ഡീ ബ്രോഗ്ലി എന്ന് പലരും പറഞ്ഞ് ആ കുഴപ്പത്തിലായിട്ടുണ്ട്. ഹീസ് നോട്ട് എ ബ്രോക്കോളി ഓർ ക്യാബേജ് ഓർ ലൈക്ക് ദാറ്റ് വെജിറ്റബിൾ. ഹിസ് ഒറിജിനൽ നെയിം ഈസ് ഹിസ് അമ്മ ഈസ് ആൾവേസ് കോളിംഗ് ഹിം as okay, my son Debroy. Okay, so you pronounce as Debroy, but in spelling wise it is correct. De Broglie is correct. Okay, but in pronunciation it is Debroy. Okay, so anyway, that Debroy thinking opposite way. What is opposite way? A original way associated with the particle nature. He thinking in just opposite way. A particle associated with the wave. Correct, follow? Just opposite. Planck's thinking in this way. Okay, wave associated with the a true wave with the particle nature. Okay, and then de Broglie thinking that a true particle with wave nature. Okay, correct. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആര് ചിന്തിച്ചത്? Louis de Broglie. His original name is de Broglie or Louis de Broglie. Okay, so that his name is Louis. Wait a second. L-O-U. Sorry. It is L-O-U. Louis. Okay. De. Okay. Here again. L-I-E. Okay. Louis de Broglie. spelling it more. But it is pronouncing like this way. De Broglie. Okay, it's called de Broglie. Okay, like that. It is de Broglie. So anyway, the very famous scientist de Broglie thinking in opposite way. What is that? I have some particle. So it is a particle is there. This is my particle. It is moving. Like this way. X direction it is moving. Okay. X direction is moving on. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ ഇത് പാർട്ടിക്കിൾ ആണ്. ടു പാർട്ടിക്കിൾ ലൈക്ക് എ ക്രിക്കറ്റ് ബോൾ, like a tennis ball, like electron, like atom, like nucleus, like molecule. Yeah, these are particles. This particle, it may be electron like that, right? So these particles is moving in this direction, x direction. Suppose x direction. So some waves are there. Okay, അതിന്റെ ഒപ്പം തന്നെ ഒരു വേവ് ഉണ്ട്. ഇത് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്? വേവ് നേച്ചർ ഉണ്ട്. So that wave can visualize in this way. So it is just like this way. Okay. So like this way. Can you follow? This may be a wave associated with this particle. Okay. ഇതൊരു schematic diagram. Schematic. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ wave കാണാൻ പറ്റില്ല. So a particle is moving like that. But if you use some experiment, you can see the wave. Experiment നടത്തി കഴിഞ്ഞാൽ wave കാണാൻ പറ്റും. So it is like this way. Some wave is associated with this particle. Okay. Some wave is associated with this particle. Okay. So, and this wave, so you just consider this is a particle nature and this is particle nature and this thing. This thing is a wave nature. Okay. അപ്പോൾ ഇതിപ്പോ ക്ലിയർ ആയി. ഇവിടുന്ന് വേവിന്ന് പാർട്ടിക്കിൾ ആയി, ഇവിടെ പാർട്ടിക്കിളിൽ എന്തായി? വേവ് ആയി. സോ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ കൂടി is true, real. Okay, so this theory is called then de Broglie principle, or it's also called matter wave principle. Okay, matter means vastu pinne idenda wave means tarangam, vastu tarangathinte സിദ്ധാന്തം. ഓക്കെ, മാറ്റർ വേവ് പ്രിൻസിപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ വേറെ പേരുടെ പറയും ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. 3 പേരിൽ ഇത് അറിയപ്പെടും. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഫസ്റ്റ് വൺ de Broglie principle. Okay, so this is a de Broglie principle. Second one, it is called what is the second one? Matter wave principle. It is called the matter wave. Okay, matter നമ്മൾ ആദ്യം എഴുതണം കേട്ടോ. Okay, it's a matter wave. Okay, wave principle. Okay, matter wave principle. Then third one, it is called the dual nature of matter. Okay, dual nature. എല്ലാം സെയിം ആണ്. Dual nature of matter. Clear? So it is the thing. Okay, dual nature of matter. ഇത് മൂന്നും ഒന്നായിട്ടാണ് പറയാം. ഓക്കെ, കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ആവാം.
Okay, ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ ഒപ്പം ഒരു സം വേവ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് റിയൽ. ഓക്കെ, സം വേവ്സ് ദർ. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബാറ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, സോ യു തിങ്ക് ദാറ്റ് if that ball changed into wave, okay, so it is somewhat true, okay, not fully true, okay, partially it's changed into wave. Okay, ഒരു ടെന്നീസ് ബോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ബാറ്റ് കൊണ്ട് അടിക്കാൻ നോക്കുകയാണ്, ബാറ്റ് കൊണ്ട് അടിക്കാൻ നോക്കുമ്പോൾ അത് പെട്ടെന്ന് വേവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ട്രൂ വേവ് ആയി പോയി അടിക്കാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ട്രൂ ആയിട്ടില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹാഫ് വേവ് ആൻഡ് ഹാഫ് പാർട്ടിക്കിൾ, സോ യു ക്യാൻ സ്ട്രൈക്ക് ഓൺ ദാറ്റ് വേവ്. Correct. So that's the case. So anyway, so this is the principle. Okay, ഞാൻ principle പറയാൻ പോവാണ്. So that you must understand the principle. All moving particles. What is that? All moving particles. വെറുതെ ഇരിക്കുന്ന ആൾക്ക് വേവ് ഇല്ല. All moving particles are associated എന്ന് പറഞ്ഞാൽ ഇതിനൊപ്പം തന്നെ ഇവിടെ അല്ല വേവ് ഉള്ളത്, ഇവിടെ അല്ല വേവ് ഉള്ളത്. Can you follow? Associated with a wave. ഇതാണ് ആ വേവ്, വിത്ത് എ വേവ്, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ബൈ മാറ്റർ വേവ്. കറക്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ബൈ മാറ്റർ വേവ്. ദിസ് ഈസ് കാൾഡ് ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ ഓർ മാറ്റർ വേവ് പ്രിൻസിപ്പിൾ ഓർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഈ ഒരു ഡയഗ്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ക്ലിയർ? യെസ്, യു ജസ്റ്റ് ടേക്ക് ഹെഡിങ് ഡി ബ്രോഗ്ലി, ഈ സ്പെല്ലിംഗ് എഴുതിയാൽ മതി. ഓക്കെ, പ്രൊണൗൺസിയേഷൻ ഇസ് ഡിഫറെന്റ് വേ. ലൂയിസ് ഡി ബ്രോഗ്ലി. ഓക്കെ, അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ, ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ. പക്ഷെ പ്രൊണൗൺസിയേഷൻ എന്താ? ദെബ്രോയ്, ദെബ്രോയ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരു വരട്ടേക്കാം, വേറൊരു പേരും കൂടെ ഉണ്ട്, മാറ്റർ വേവ് പ്രിൻസിപ്പിൾ. മാറ്റർ വേവ് പ്രിൻസിപ്പിൾ, മാറ്റർ വേവ് പ്രിൻസിപ്പിൾ. വേറെ പേരും ഉണ്ട്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. അങ്ങനെ പറയാം, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. അപ്പൊ ഇതാണ് നമ്മുടെ ഹെഡിങ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എഴുതാൻ പോവാണ്, അതിന്റെ പ്രിൻസിപ്പിൾ എഴുതാൻ പോവാം. എഴുതുമ്പോൾ നമ്മൾ ഷോർട്ട് ആക്കി എഴുതും. All moving particles, all moving particles are associated with a wave. Are associated. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. All moving particles are associated with a wave. ഒപ്പം. ഓക്കെ, അതിന് വേറെ പുറത്തേക്കൊന്നും പോകില്ല. Associated with a wave called by matter wave. Called by matter wave. Clear? Called by matter wave. Okay, then you write this diagram. Okay, then you write this diagram. If you know this diagram, the thing is very easy to understand. Clear? അതിന്റെ തൊട്ട് താഴെ ഇക്വേഷൻ എഴുതിയിട്ട് ഒരു സ്പേസ് വിട്ടേക്കാം കേട്ടോ, ഒരു അല്പ സ്പേസ് വിട്ടേക്കാം. ഇക്വേഷൻ നമ്മൾ ഡെറിവേഷന് ശേഷം എഴുതുള്ളൂ. ഓക്കെ, ഡോണ്ട് വറി, നമുക്കത് റീപ്ലേസ് ചെയ്യാം. ഇക്വേഷൻ എഴുതിയിട്ട് സ്വല്പം ഇത് എഴുതി കഴിഞ്ഞ ശേഷം ഇക്വേഷൻ സ്വല്പം സ്പേസ് വിട്ടേക്കാം. ഓക്കെ, ദാറ്റ് വി വിൽ ഫിൽ. ഓക്കെ, യു റിട്ടൺ? യെസ്. നൗ യു ജസ്റ്റ് കൺസിഡർ, നമ്മൾ ലൂയിസ് ഡി ബ്രോഗ്ലി പോയ വഴി തന്നെ നമ്മൾ പോകാൻ പോകാം. ഓക്കെ, ലൂയിസ് ഡി ബ്രോഗ്ലി ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും അംഗീകരിച്ചു തരില്ല. ആരെങ്കിലും അംഗീകരിക്കണമെങ്കിൽ യു നീഡ് മാത്തമാറ്റിക്കൽ പ്രൂഫ് ഓർ ഡെറിവേഷൻ. ഓക്കെ, ആൻഡ് ദെൻ എക്സ്പെരിമെന്റൽ പ്രൂഫ്. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ സയൻസിൽ ഒരു കാര്യം പറഞ്ഞ് അംഗീകരിക്കുക ആൾക്കാർ. ഇപ്പൊ നമ്മൾ ആ വഴിക്ക് പോവാം, ലൂയിസ് ഡി ബ്രോഗ്ലി പോയ അതേ വഴിക്ക്. സോ അറ്റ് ദാറ്റ് ടൈം Einstein gave his famous equation that is equal to E equal to mc square. E equal to mc square. Can you follow? Yes. Then Planck's already given an equation, energy of electron and radiation, that is equal to, what is that? H nu. Okay, this is H nu. ഇവിടെ എനർജിയാണ്, ഇവിടെ എനർജിയാണ്. സോ രണ്ട് സൈഡ് സെയിം ആണെങ്കിൽ ബാക്കി രണ്ട് സൈഡ് എന്തായിരിക്കും? സെയിം ആണ്. So we are equating. Okay, it's called equating. നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. Equating. So this 1 and 2 equate ചെയ്യാൻ പോകണം. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ now you can say mc square that is equal to h nu. Okay, h nu. അപ്പോ ഈ ന്യൂ എന്താ നമുക്കറിയാം. What is new? The nu that is equal to c by lambda. Can you follow? C by lambda.
I am applying the c by lambda into this, and here again mc square that is equal to h into c by lambda. c by lambda. ഒരു സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ കളയാം. Now you can cancel. This is c into c ആണ്. അതിനകത്ത് ഒരു c വെട്ടിക്കളഞ്ഞു, അപ്പുറത്തെ c കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പോണ വേറൊരു കാര്യം, ഇത് പിന്നെ ലൈറ്റിന്റെ സ്പീഡാണ് ഈ സി എന്ന് പറയുന്നത്. കറക്റ്റ്. ഒരു വസ്തുവിന് ഒരിക്കലും, അതുപോലെ ഏത് വസ്തുവിന് ഒരിക്കലും സാധാരണഗതിയിൽ ലൈറ്റിന്റെ സ്പീഡിന്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഏത് ഇലക്ട്രോൺ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ലൈറ്റിന്റെ സ്പീഡിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, പക്ഷെ പിൽക്കാലത്ത് നമ്മുടെ മലയാളിയായ ജോർജ് സുദർശൻ എന്ന ഒരാളുണ്ട്. അദ്ദേഹം പിന്നീട് ഒരു കണ്ടുപിടുത്തം നടത്തി. ലൈറ്റിനേക്കാളും സ്പീഡിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ടാക്യോൺസ്. അത് പിന്നീട് വന്ന് കണ്ടുപിടുത്താണ്. അതിപ്പോഴും പൂർണ്ണമായിട്ടും സയന്റിഫിക് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള പാർട്ടിക്കിൾസിന്റെ നിലനിൽപ്പുണ്ട് എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ അത് പിന്നെ അങ്ങനെയുള്ളത് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ സാധാരണ നോർമലി no one particle can go above or with the speed of light. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ വെലോസിറ്റി ആക്കി. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് ഒറിജിനലി, ലൈറ്റിന്റെ വെലോസിറ്റി ആണ് നോക്കൂ. അപ്പൊ അതിന് പകരം നമ്മൾ സാധാരണ വെലോസിറ്റി ആക്കി. അപ്പൊ now we are considering like this way, c is equal to velocity. What is that? Velocity. അപ്പൊ c എന്നതിന് പകരം വെലോസിറ്റി ആണ്. So you can say m into m into v, that is equal to h divided by lambda. Can you follow? Yes, h divided by lambda. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേവ് ലെങ്ത് ആണ്. വേവിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്താ? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്തിനെ നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകും. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വേ സൈഡ്, ആൻഡ് ദെൻ യു റൈറ്റ് ഇറ്റ് ഇസ് എ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു h divided by mv. mv എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. mv is called momentum. ലീനിയർ മൊമെന്റം. നമ്മൾ ആംഗുലർ മൊമെന്റം നമ്മൾ ബോർ ആറ്റുമ്പോൾ നോക്കിയതാ, അത് mvr. Here it is not mvr, it is what? mv. mv means linear momentum. And now here we are considering, so what is that? mv that is equal to what നമ്മൾ പറയും? p. Arc momentum. So again we are rewriting lambda that is equal to h divided by p. അപ്പൊ ഇതാണ് ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞ ഇക്വേഷൻ. വെറുതെ പറയല്ല പറയുന്നത്, ഒരു വേവ് ഉണ്ടെന്ന് പറയല്ല. ആ ഒരു വേവ് ഉണ്ട്, വേവിന്റെ വേവ് ലെങ്ത് ഇതാണ്. ലാംഡ ഈസ് ഈക്വൽ ടു h divided by mv or lambda equal to h divided by p. So this is the wavelength of matter. This is the wavelength of matter. Can you follow? Yes. So it is very easy to understand. നമുക്ക് ഡെറിവേഷൻ നമുക്ക് ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ ഡെറിവേഷൻ എഴുതാനായിരിക്കും നല്ലത്. കാരണം നമ്മളൊരു കുറേശ്ശെ ഡെറിവേഷൻ നമുക്ക് അറിയുമെങ്കിൽ it is easy to study, or your study will strengthen, or your brain will strengthen. So you consider it's a small derivation, very small derivation. So now you go to your notebook, take your notebook and you write here. We know that രണ്ട് equation E equal to mc square, E is equal to h nu. 1 2 എഴുതാം. ഇതേപോലെ തന്നെ ഞാൻ ചെയ്ത അതേപോലെ തന്നെ mc square is equal to h nu. Nu is equal to c by lambda. Then mc that is equal to h divided by lambda. c നെ നമ്മൾ v ആക്കി. So mv is equal to h divided by lambda, and lambda equal to h divided by mv, and lambda is equal to h divided by p. So this equation is called, what is that? Wavelength of matter. Lambda equal to equation വെച്ച് നമുക്ക് പറയാം കേട്ടോ. Lambda equal to wavelength of matter wave. H പറയേണ്ട ആവശ്യമില്ല, Planck's constant is no change. Then m equal to mass of particle, and v equal to move ചെയ്യുന്ന particle is ആണുള്ളൂ. അതുകൊണ്ട് v is equal to velocity of particle. അല്ലെങ്കിൽ p is equal to momentum. അതും പറയാം, p is equal to momentum. ഇനി നമ്മൾ നേരത്തെ ഒരു സ്പേസ് വിട്ടില്ല തൊട്ട് മുകളില് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് ഈ രണ്ട് ഇക്വേഷൻ
over the wavelength of matter wave lambda equal to the wavelength of matter wave lambda equal to h divided by mv or lambda equal to h divided by p. Very important equation. Okay, ശരിക്കും പരീക്ഷയ്ക്ക് ഇത് രണ്ടും പഠിച്ചാൽ മതി. ഏത് ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിൾ, ദിസ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിനകത്ത് ചില മുമ്പോട്ട് പോവാം, ചില കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോവാം. So you return. Okay, now in this, so we have two equations. Okay, so lambda is equal to h divided by mv. ആ ഇക്വേഷൻ എടുക്കുക. ഇതാ കുറച്ചുകൂടി നമുക്ക് യൂസ് ചെയ്യാൻ ഈസി. Lambda is h divided by mv. Suppose we have relation between this lambda and mass. Okay, in the relation എടുക്കാൻ പോകും. ലാംഡയും മാസ് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മാസ് ലാംഡ. അപ്പോൾ നമ്മൾ തിരിച്ചടക്കണം കേട്ടോ. നമ്മൾ ഹിയർ അഗെയിൻ മാസ് ഞാൻ ആദ്യം എടുത്തു, ഇവിടെ നമ്മൾ എന്തെടുത്തു? ലാംഡ. ഓക്കെ, ഇവിടെ അതിന്റെ അതിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് പറയും. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മളൊരു കാര്യം പറയാണ് 10.00000001 പറയാം. 10 എത്ര പൂജ്യം, ഒരു 4 5 കഴിഞ്ഞിട്ട് 4 5 0 പിന്നെ ഒരു 1. അപ്പോ ഈ 0.0001 വല്ല വിലയുണ്ടോ? വില കൃത്യമായിട്ട് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, പക്ഷെ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. കാൻ യു ഫോളോ? ദാറ്റ്സ് ദ മീനിങ്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻസ്. Okay, clear? Okay, clear. Now, so now here we are taking, so this lambda is equal to h divided by mv. നമ്മൾ ആദ്യം നോക്കുകയാണ് മാസ് ഇൻക്രീസ് ചെയ്യുന്നു. മാസ് ഇൻക്രീസിങ്, ഹൈ മാസ് പാർട്ടിക്കൽ. സോ ഇറ്റ് ഇസ് മാസ് ഈസ് ഇൻക്രീസ്. ഞാനിപ്പോ ഇംഗ്ലീഷിൽ അപ്പ് ഡൗൺ അപ്പ് ആരെഴുതുന്നത് കേട്ടോ, ആണോ? ഇൻക്രീസിങ്, മാസ് ഇൻക്രീസിങ്. അപ്പൊ ഈ വാല്യൂ ഇൻക്രീസ് കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ലാംഡ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. നൗ ലാംഡ ഡിക്രീസസ്. ഓക്കെ, അപ്പൊ ലാംഡ തീരെ ചെറുതാണെങ്കിൽ ഒരു കാര്യമുണ്ട്, അതിന്റെ വേവ് നേച്ചർ ഒട്ടും ഇല്ല എന്നർത്ഥം. സോ ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഫോളോ? അതുകൊണ്ടാണ് ഞാൻ ഓടിയാലൊന്നും എന്റെ ഒപ്പം ഒരു വേവ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. നമുക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കി കളയാം. പക്ഷെ ഒരു ഇലക്ട്രോൺ ഓടുകയാണെങ്കിൽ അതല്ല സ്ഥിതി. ഇലക്ട്രോണിന്റെ മാസ് തീരെ ചെറുതാണ്. Okay, so that we are considering that case also. For the case of electron or small particles, okay, that means electron ആവാം, പ്രോട്ടോൺ ആവാം, ന്യൂട്രോൺ ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. മോളിക്യൂൾസ് ആവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സ്മോൾ മാസ് എന്ന് പറയുന്നത്. This is a very small mass and then lambda is comparatively large. So അപ്പൊ നമ്മൾ ഇതിന്റെ ഇയാളുടെ വേവ് നേച്ചർ കണക്കിലെടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. കാരണം പകുതി സമയം വേവ് ആയിരിക്കും, പകുതി സമയം എന്തായിരിക്കും? പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് പറയാൻ പറ്റും. അപ്പോ ഇത് നമുക്ക് ഇത് സിഗ്നിഫിക്കൻസ്. ഇറ്റ് ഇസ് കാൾഡ് എന്താണ്? സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്, ഇറ്റ് ഈസ് ലെസ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, significant. Okay, can you follow? So that is a very important assumption from de Broglie or de Broglie principle. So it is a de Broglie principle says that this law can apply all particles, no problem. Okay, ഈ de Broglie law നിങ്ങൾ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ വലിയ മാസമുള്ള വസ്തുക്കളിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇറ്റ് ഈസ് ലെസ് സിഗ്നിഫിക്കൻറ്റ്. കറക്റ്റ്. എന്നാൽ തീരെ ചെറിയ വസ്തുക്കൾ, ആറ്റാവാം, ഇലക്ട്രോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം, പ്രോട്ടോൺസ് ആവാം, ഇതൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ വേവ് സ്വഭാവം, ഓക്കെ, തരംഗ സ്വഭാവം നിങ്ങൾക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. സോ അപ്പോൾ അതാണ് ഇറ്റ് ഇസ് കാൾഡ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ക്ലിയർ? ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നൗ ടേക്ക് സബ്ഹെഡിങ് സിഗ്നിഫിക്കൻസ്. കൊടുത്തോ സിഗ്നിഫിക്കൻസ്. അതിനകത്ത് എഴുതിയേക്കാം ഒരു പോയിന്റ്. de Broglie principle, spelling എഴുതുമ്പോൾ വേറെ നോക്കാം. ഓക്കെ, de Broglie principle can apply on all moving particles. Clear? All moving particles. Clear? Then, but it is significant.
but it is significant. Significant or applicable. Okay, applicable. Applicable but applicable. Very less mass particles. Very less mass particles like in the like electron, proton, neutron. Okay, so like that. Atom, molecule. Okay. So should be column pattern. The significance. The mass, the wavelength. Equation we are applying this equation into this. This constant HM constant lambda is equal to S is proportional to 1 by lambda is proportional to 1 by M. 1 by M. That's inversely proportional. So, what are they? Quick. Okay, very easy. There's no much difficulties. You think it is easy. Otherwise, so what is this? I want to study more and more equation. Okay. So science is developed based on equation, mathematics, and science, logic. Logic is exact science. Logic is express equations. Okay, experiments. Click. Yes. Anyway, okay. You're done? Yes. Now, we are moving to another side of this equation. This equation is very important. Okay. So, what is that? Lambda is equal to h divided by mv. Now, it's like that. It is lambda that is equal to, this chalk is not good. Okay. Lambda is equal to h divided by mv. Okay. This is h. What is h? Planck's constant. Great Planck. Now, in this time, I am applying some trick on this equation. Okay. A small trick. Okay. So, for applying that trick, I am writing another equation. Okay. That is a very famous equation. What is equation? So, it is a kinetic energy equal to half mv square. This is called half. This is half mv square. Okay. Can you follow? mv match. I will trick apply. Okay. So what is the trick? In my hand, it is easy. This is one m is there. Even a v. Okay. When m square and v square, I can have a mathematical. Other person m in m square. Okay. But I can call Apo, you have more m. Now it is a m in upside. Other cancel out media third where m. No, that em cancel over. Other they show. Apo correct one the negative. But where is the y cap? Either m square the y cap. Can you follow? E m into m square the y cap. Don't confuse. Only applying a trick. Okay. Now, in this condition, I am writing this one. This is equal to 1 by then 2m. That is separate match. Is also m square v square. Correct. Now, now take this 2m into that side. This side like match. This side like match. Now, like this way. Here again, 2m. Okay, k. 2m k. 2m ke. That is equal to m square and here again v square. Can you follow? Correct? Now, mv but apply mv. mv root. Okay. Now we can say that is equal to. Okay. Now, root root mv. So that is equal to root of. Okay. Then 2m ke, that is equal to mv. Okay. Now, either apply. Okay, that's the thing. Okay. Now, I am applying this thing into this equation. You write this is equation number 1 and this also equation number 2. Apply equation number 2 in 1. Easy.
Okay. Now what is the thing here? So you can apply here. So lambda equal to, okay, lambda equal to h divided by then mv ക്ക് പകരം ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നു 2mk, then 2mk. Okay, 2mk. So it is root, so it is a root 2mk. Okay, clear? This is another equation for what is that but it is not famous. Okay, it's not much famous, but sometimes some problem solving needs this equation. Okay, so only that time you need this equation, but most of time you need all the equation. What is the old equation? Lambda is equal to h divided by m. So you quickly write this thing. Okay, so relation വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തേക്കോ. Relation between lambda and k kinetic energy. Relation between lambda and k. നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞ പോലെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് that is very attractive. Okay, so now you write this quickly. Okay, easy, not much difficulties. So first time, if you feel slight difficulty is there, after all, it's okay. Okay, written. Yes. Now this equation sometimes you need, for, especially for entrance examination. It is very, very important equation. No, they are not asking normal equation. They are asking different equations. Okay, so this is important. Okay. Now. So we are going to a last part, okay, of this, not last part, before that one. Okay, so it is a experimental evidence of lambda, okay, or matter. Experimental evidence എന്ന് പറയുമ്പോൾ അത് ഒരു ഡിഫറൻറ്റ് സയന്റിസ്റ്റ് ആണ് ചെയ്ത് ഡി ബ്രോഗിൽ ചെയ്തില്ല. ഡി ബ്രോഗിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു, ഇതുപോലെ കാര്യങ്ങൾ ഡി ബ്രോഗിൽ പറഞ്ഞു വെച്ചു. ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. അതുവരെ ആരും വിചാരിച്ചിട്ടില്ല എല്ലാം ഈ പറയുന്ന മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്കൊക്കെ തരംഗം കൊണ്ടു. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇറ്റ്സ് എ വെരി ഫേമസ് സയന്റിസ്റ്റ്. സോ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് സയന്റിസ്റ്റ്. നോട്ട് ഫേമസ്, മച്ച് നോട്ട് ഫേമസ്, ഗ്രേറ്റ് സയന്റിസ്റ്റ്. He was a great scientist. Okay, now after this Louis de Broglie, so two scientists, one name is called Davison and other name is called Germer. Okay, so nowadays the experiment is called Davison-Germer experiment, or Germer-Davison എന്ന് പറയും ചെയ്യാം, കുഴപ്പമില്ല. Davison-Germer experiment. It's called Davison. Okay, Davison-Germer. Okay, Germer. Okay, Germer ആണ് EMEA, Germer experiment. Davison-Germer experiment. അവർ ചെയ്തത് വേറെ ഒന്നുമല്ല, ഒരു നിക്കലിന്റെ പ്ലേറ്റ്. ദിസ് എ നിക്കൽ പ്ലേറ്റ്. ഓക്കെ, നിക്കൽ പ്ലേറ്റ് ആണ്. നിക്കൽ പ്ലേറ്റ്, ഈ നിക്കൽ പ്ലേറ്റിലേക്ക് ഇലക്ട്രോൺസ് വന്ന് ഇടിപ്പിച്ചു. ഇലക്ട്രോൺസിനെ ഇതിലേക്ക് ഇടിപ്പിച്ചു. ഓക്കെ, അപ്പോ ഇലക്ട്രോൺ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് വിചാരിക്കണേ ഒരു പാർട്ടിക്കിൾ ആണ്. ഓക്കെ, പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവിടെ ഇടിച്ചാൽ തെറിച്ചു പോകും, വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ടെന്നീസ് ബോൾ പോലെ, ടെന്നീസ് ബോൾ സ്ഥലത്ത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറിച്ചു പോകും, ദർശനം. ഓക്കെ, പക്ഷെ ഇത് വേവ് ആണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ടാവും. സോ ഇവിടെ ഒരു തരം ഡിഫ്രാക്ഷൻ ഉണ്ടാവും. ഒരു പ്രകാശത്തിന്റെ ഒരു സ്വഭാവമാണ് ഡിഫ്രാക്ഷൻ. ഓക്കെ, പ്രകാശം ഒരു വേവ് ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു സ്വഭാവമാണ് ഡിഫ്രാക്ഷൻ. അപ്പൊ ഇലക്ട്രോൺസ് വേവ് ആണെങ്കിൽ നിശ്ചയമായിട്ടും 100% ഇവിടെ എന്തുണ്ടാവും, ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും. ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സർക്കിളായിട്ട്. ഓക്കെ, ഇതാണ് ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ. സർക്കിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ തെളിച്ചം ഇടയ്ക്ക് തെളിച്ചില്ല, പിന്നെയും തെളിച്ചില്ല, അതാണ് അങ്ങനെ ഒരു റൗണ്ട് പോലെ കിട്ടും. അപ്പോ ഇതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. അപ്പൊ ഇത് പാർട്ടിക്കിൾ ആണെങ്കിൽ ഒരു സാധനം ഉണ്ടാവില്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഇലക്ട്രോൺ ഇസ് എ പാർട്ടിക്കിൾ. ദിസ് ഇസ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇസ് എ പാർട്ടിക്കിൾ. സോ ആസ് വെൽ ആസ് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ വേവും കൂടിയാണ്. ഓക്കെ, ഇവിടെ വന്നിടിച്ചു. അപ്പൊ പാർട്ടിക്കിളാണ് വേവാണ് ഒരുമിച്ച്. അപ്പൊ ഇവിടെ വന്ന് ഇടിച്ചപ്പോ അത് മിക്കവാറും കാണിക്കുന്ന വേവിന്റെ സ്വഭാവം. ഓക്കെ, അത് അങ്ങനെയുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മള് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും ഭരിക്കും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഒക്കെ ചെയ്യും. ഓക്കെ, വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ദേഷ്യപ്പെടുന്നത് ഇയാളല്ല, ഇയാളുടെ ഭാര്യ. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് വൺ. സോ ഇൻ ഓഫീസ് ഈ ആക്ട് ആസ് എ പാർട്ടിക്കിൾ നേച്ചർ, ബട്ട് ഇൻ ഹോം ഈ ആക്ട് ആസ് എ വേവ് നേച്ചർ. ഇയാൾക്ക് യാതൊരു വിലയില്ല,
ഭാര്യയ്ക്കാണ് ബലം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഡോണ്ട് കൺഫ്യൂസ് ഓർ കൺസിഡർ. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ അപ്പോ ഓഫീസിൽ ഇയാൾ പാർട്ടിക്കൽ നേച്ചർ, അപ്പോ വീട്ടിൽ ഇയാൾ വേവ് നേച്ചർ. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് വേ. ഇതുവരെ ഇയാൾ പാർട്ടിക്കൽ നേച്ചർ ആയിരുന്നു, ഇതിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും വേവ് നേച്ചർ ആയി. Can you follow? യെസ്. അപ്പൊ ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? സോ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ദിസ് ഈസ് എ ഡിഫ്രാക്ഷൻ pattern. It generates diffraction pattern. So it is a very famous experimental proof for the Broglie principle. Okay. And second proof, okay, this first one. And second proof came from another scientist. His name is called G.P. Thomson. What is his name? G.P. Thomson. സംഗതി വേറെ ആരുമല്ല, ജെ തോംസന്റെ മകനാണ്. അദ്ദേഹത്തിന് ഇതിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പൊ അച്ഛനും കിട്ടിയ നോബൽ പ്രൈസ്, മകനും കിട്ടിയ നോബൽ പ്രൈസ്. ഓക്കെ, കുടുംബത്തിലെ 2 നോബൽ പ്രൈസ് ആയി, ഭയങ്കര ഫേമസ് ആയി പോയി ആൾക്കാർ. ഓക്കെ, സോ ഇറ്റ് ഇസ് കാൾഡ് JP. ഓക്കെ, ചിലപ്പോ ഇത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരായിരിക്കും. ഓക്കെ, എനിവേ, സോ ജെക്ക് പകരം JP തോംസൺ. ഓക്കെ, ഇറ്റ് ഇസ് കാൾഡ് തോംസൺ. ഓക്കെ, JP തോംസൺ എക്സ്പെരിമെന്റ്. ഓക്കെ, അദ്ദേഹം ചെയ്തത് വേറെ ഒന്നല്ല, ഈ എക്സ്പെരിമെന്റിനെ വേറെ രീതിയിൽ ചെയ്തു. ഇവിടെ നിക്കലിന് പകരം ഒരു തിൻ ഗോൾഡ് ഫോയിൽ, കാരണം തിൻ ഗോൾഡ് ഫോയിൽ ഒക്കെ റുദർഫോർഡിൽ നിന്ന് പഠിച്ചുപോയി അപ്പോഴത്തേക്കും, ആര്? JP തോംസൺ. ഓക്കെ, അപ്പോ തിൻ ഗോൾഡ് ഫോയിൽ എടുത്തു, അതിലും ഇതേ പറഞ്ഞ പോലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഇതിലേക്ക് ഇടിപ്പിച്ചു. ഓക്കെ, ബോംബാർഡ്മെന്റ്. റുദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇദ്ദേഹം എന്തായിരുന്നു ചെയ്തത്? സോ ഈ പറഞ്ഞു, സോ ഇറ്റ് ഈസ് ഇലക്ട്രോൺ വന്നിരിച്ചു. അപ്പൊ ഇലക്ട്രോൺ വേവ് ആയിട്ട് പോയിട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്ത് എന്ത് വരും? ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇറ്റ് ഈസ് എ diffraction pattern. So what is diffraction pattern? So it is a diffraction pattern. Clear? That is called the JP Thomson experiment for electron diffraction. This is also another proof for what? The Broglie principle. Appo the Broglie principle is proof odu kodi 100% വിശ്വസനീയമായി. So that is the ability of the Broglie. Okay. ഇനി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, ഇത് വെച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കറക്റ്റ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെല്ലിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ലീഫിന്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അതിന്റെ ഉള്ളിലുള്ള കറക്റ്റ് പിക്ചർ കിട്ടണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് വാട്ട് ഈസ് ദാറ്റ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇതുപോലെ വേറൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്, ന്യൂട്രോൺ മൈക്രോസ്കോപ്പ്. ഇതൊക്കെയുണ്ട്. അപ്പോ ഇതൊക്കെ ഏത് വെച്ചിട്ടാണ്? ഈ ഇലക്ട്രോൺ തരംഗമാണെന്ന് കരുതലല്ല, 100% സത്യമാണ്. ഇലക്ട്രോണിന്റെ തരംഗ സ്വഭാവത്തെ ഉപയോഗപ്പെടുത്തി ഉള്ള മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ന്യൂട്രോൺ മൈക്രോസ്കോപ്പ്. സോ ദിസ് ഈസ് ദി ആപ്ലിക്കേഷൻ ഫോർ ദ Broglie principle. ഓക്കെ, സോ ഇറ്റ് ഇസ് ആപ്ലിക്കേഷൻ. നമ്മൾ പറഞ്ഞു കേട്ടോ, ഇറ്റ്സ് കാൾഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ യു റൈറ്റ് ക്വിക്ക്ലി. നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കണം നിർബന്ധമില്ല, ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു. So if you write the diagram, you can very much understanding ability. Okay, so anyway, so then siding koduteka proof for de Broglie principle. De Broglie principle. Okay, in writing de Broglie. Okay, he is not a broccoli or takali or cabbage. Okay, he is a real man. Okay, so it is the first one. Then Davison and Germer. Okay, 2 M എന്ന് എനിക്ക് തോന്നുന്നു, ഇതൊരു സിംഗിൾ M ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, Davison and Germer experiment. Davison and Germer experiment. താഴെ എഴുതിയേക്കാം. It is the diffraction of electron on, it is a diffraction of electron on the nickel plate, comma, give diffraction pattern. And it shows electron is a wave. രണ്ടാമത് JP Thomson experiment. A fast moving electron bombarded on gold foil. On the gold foil. Gold foil. Rutherford and the gold foil on gold foil gives diffraction pattern. And it shows
Electrons are waves. Electrons are waves. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, 100% വേവ് എന്നല്ല പറയണത്. ഈ സമയത്ത് ഇയാൾ വേവ് കാണിക്കും. ഓക്കെ, വേവ് സ്വഭാവം കാണിക്കും. Shows electrons are waves. ഓക്കെ, രണ്ടെണ്ണം മതി. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, ആപ്ലിക്കേഷനകത്ത് ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ മൈക്രോസ്കോപ്സ്. Electron and neutron microscopes are based on the wave nature of these particles. Clear? This theory part is over. Okay, now we are moving to it's some problem part or numerical problem part. Okay, so I need some water. Wait a second. Okay. So you take your NCERT textbook. So our problem will come from NCERT textbook. Okay. Then take calculator also. Hi, I came back. Yes, now you go to our NCERT textbook. NCERT textbook is a good textbook. And now go to exercise. In exercise, so it is a question number 21. Exercise 21. Okay. Now I'm erasing this. Okay. Now you read the question number 21. Read a little bit. Read 21. Okay. 1 or 2 times. Read. നമ്മൾ ആദ്യം പ്രോബ്ലം ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. ശരിയാണ്. നമ്മൾ അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ 1-2 പ്രാവശ്യം കൂടി ഇത് വായിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഗിവൺ ഡാറ്റാസ് ഇവിടെ എഴുതുക. ശേഷം ഈ ഗിവൺ ഡാറ്റാസ് എഴുതി കഴിഞ്ഞാൽ എന്താണ് കണ്ടെത്തേണ്ടത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് എത്തിക്കാനുള്ള ഇക്വേഷൻ ആലോചിക്കുക. ഇക്വേഷന് ശേഷം ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ശേഷം സോൾവ് ചെയ്യുക. ഇതാണ് അതിന്റെ ഒരു പ്രോബ്ലം മെത്തേഡ്. ബട്ട് യു മസ്റ്റ് തിങ്ക്. Okay, if you solve so many problems, your brain power is also increase. It will definitely increase your brain power. Now go to the question. What is the question? So question number 21. Okay, question number 21. So what is that? Mass of an electron. Okay, a mass of an electron. So it is mass of an electron that is equal to 9.1 into 10 raised to minus. Okay, നമുക്ക് അറിയേണ്ട വാല്യൂ ആണ് അതൊക്കെ. Minus 9.1 into 10 raised to minus 31 kilogram. 31 kilogram. Okay, ആയിക്കോട്ടെ, കുഴപ്പമില്ല. 31 kilogram. If its kinetic energy, kinetic energy പറഞ്ഞല്ലേ? If its kinetic energy Ke equal to 3.0. Okay, 3.0 into 10 raised to 3.0 into 10 raised to minus 25 joule. Okay, minus 25 അല്ലേ? Okay, minus 25 ആണ് 28 ആണ്. You search it at 25. Okay, calculate its wavelength. അതിന്റെ wavelength find ചെയ്യാം. So it is lambda you want to find. ഇതാണ് ചോദ്യം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാംഡ ഈക്വൽ h ഡിവൈഡ് ബൈ mv. m ഉണ്ട്, പക്ഷെ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. വെലോസിറ്റി വേണമെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ വെലോസിറ്റി ഫൈൻഡ് ചെയ്യാം. പക്ഷെ അത് വേറൊരു സ്റ്റെപ്പ് വഴി അത് ഫൈൻഡ് ചെയ്ത് പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ അതിനേക്കാളും ബെസ്റ്റ് വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ രണ്ടാമത് പഠിച്ച വേറൊരു ഇക്വേഷൻ.
What is that? So it is easy. Lambda equal to, okay, then h divided by, then root of, okay, here again 2m ke, 2m ke. Ke already ഇവിടെ തന്നിട്ടുണ്ട്. മറ്റേ രീതിക്കും ചെയ്യാട്ടോ. ഒരു രണ്ട് സ്റ്റെപ്പ് കൂടി പോകുന്നു. Okay. So നമ്മൾ നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. Okay. So lambda ഫൈൻഡ് ചെയ്യേണ്ടത് കേട്ടോ. That is equal to, okay, equal to h. H is what is h? നമുക്കറിയാം. H is equal to 6.6. അപ്പുറത്തുള്ള വിട്ടുകളഞ്ഞു കേട്ടോ. 6.6 into 10 raised to minus 34 joule second divided by, okay, root of. So it is a root of, okay, 2. Then 2 m. What is the value of m? Here is the value of m into 3.0. 3.0 ആവശ്യമില്ല. Then 3.0 into 10 raised to minus 25. Minus 25 അത് ജൂൾസിലാണ്. This is in joule, okay, joule. Then kinetic energy kinetic energy നമ്മൾ എഴുതിയല്ലേ. 2m m എഴുതിയില്ല അല്ലേ? Oh, sorry. You multiply again with m. What is m? 9.1. 9.1 into 10 raised to minus 31. Minus 31 kilogram. Okay, yes. Clear? നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ബോർഡിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ധാരണ കേട്ടോ. ഓക്കെ, കാരണം എൻ്റെ ഒരു ഫോക്കൽ, നമ്മുടെ ക്യാമറയുടെ ഫോക്കൽ ഇതുമായിട്ട് മാച്ച് ആവുന്ന ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം ഇത് പിന്നെ പ്രോബ്ലം മനസ്സിലായില്ലെങ്കിൽ വെറുതെ നമ്മൾ സിനിമ കാണുന്ന പോലെ. ഓക്കെ, ഇറ്റ്സ് നോട്ട് സിനിമ. സോ ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം. നമ്മൾ ഇതിന്റെ ഫൈനൽ യൂണിറ്റ് എന്ത് കിട്ടുന്നു? യൂണിറ്റ് ശരിക്കും SI യൂണിറ്റിൽ മീറ്റർ കിട്ടുന്ന ആൻസർ കേട്ടോ. അപ്പൊ നമ്മളൊരു യൂണിറ്റ് അനാലിസിസ് നടത്തി നോക്കുകയാണെങ്കിൽ, യൂണിറ്റ് അനാലിസിസ് നടത്താൻ വേണ്ടി ഇവിടെ ജൂള് ഉണ്ട്, പക്ഷെ ഇതും നമ്മളെല്ലാ കിലോഗ്രാം ഉണ്ട്. പക്ഷെ അപ്പൊ അതൊക്കെ എല്ലാം നമ്മൾ നേരിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ യൂണിറ്റ് വേറെ ഏതോ യൂണിറ്റിലാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് യൂണിറ്റ് അനാലിസിസ് നടത്താൻ പോവാം. ഓക്കെ, സോ ഇറ്റ് ഇസ് നത്തിങ് ലൈക്ക് ദിസ് വേ. ഓക്കെ, ഈ ഭാഗം ചെയ്യണം കേട്ടോ. ഈ ഭാഗം ജൂളിന് നമുക്കറിയാം. What is joule? It is energy. Energy means work. Work is equal to force into distance. നമുക്കറിയാലോ, force into distance. What is force? Force എന്ന് പറഞ്ഞാൽ mass into acceleration. Okay, ഒന്നുകൂടി മാറ്റി. That is equal to mass into acceleration into distance. Okay, then again that is equal to mass into the kilogram. Okay, acceleration എന്ന് പറയുമ്പോൾ meter per second square. Okay, then meter, okay, divided by second square, then distance meter. Okay, എഴുതി മനസ്സിലായോ? ശരി. That is again equal to kilogram, okay, meter square, second square മുകളിലേക്ക് വരുമ്പോൾ second raised to minus. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏത് ജൂളിന്റെ ഉള്ളിലുള്ള കാര്യം. ജൂളിന്റെ ഉള്ളിൽ ഇതാണ് സ്ഥിതി. ഓക്കെ, അപ്പോ ഇപ്പോ നമ്മൾ നേരെ അതിന്റെ ഉള്ളിലെ കാര്യം പോവാണേ. Okay, that's equal to equation like that. This talk is not good. Okay. Then ഇതാണ് കേട്ടോ, ഈ ജൂളാണ് സ്പേസ് ആണ്. ഓക്കെ, സ്പേസ് ഓക്കെ കിട്ടും, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എഴുതാൻ പോണം. സോ ഇറ്റ് ഇസ് ലൈക്ക് ദിസ് വേ. ഈ ജൂളിൽ പറഞ്ഞ എഴുതാം കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -2 ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇനിയുള്ളത് റൂട്ടിലാണ്. So റൂട്ടിലാണ്. അപ്പോ so it is in root. Okay, so what is the root? Joule. Okay, അപ്പൊ ജൂൾ നമ്മൾ എങ്ങനെ എഴുതും കേട്ടോ. Then it is also kilogram. Okay, meter square. Okay, and second raised to -2. Okay, into. അപ്പൊ ജൂളായി. Then ഇവിടെ പിന്നെ എന്താ? കിലോഗ്രാം. So also kilogram. Okay, അപ്പോ നമ്മള് കിലോഗ്രാം into കിലോഗ്രാം സ്ക്വയർ. Okay, വേണമെങ്കിൽ അത് എഴുതാം. So it is like this way. Okay, here again kilogram meter square second raised to -2 divided by. Okay, so root in alpha, this is inside root, kilogram square, then second raised to -2. പിന്നെ എന്ത് വന്നു? മീറ്റർ സ്ക്വയർ അവിടെ തന്നെ കേട്ടോ. കിലോഗ്രാം സ്ക്വയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, മീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ? ഇനി കിലോഗ്രാം സ്ക്വയറിന്റെ റൂട്ട് കിലോഗ്രാം.
second raised to minus root, second raised to minus 1. Meter square root, meter. Okay. Now I am again writing. Okay. So again rewriting. Okay. So it is kilogram. It is kilogram meter square second raised to minus 2 divided by. Okay. You just see it. Don't confuse. Don't confuse. Don't tension. Okay. So just see it. That's all. Okay. So it is a kilogram. Okay. Kilogram root I. Then second raised to minus 1 I. Meter raised to 1 I. Okay. Not a meter. Now, so it is kilogram cancel. Don't confuse. Okay. Kilogram cancel. Okay. Here again meter raised to 1 no, you would 2 cancel. Second raised to minus 1. Like second matrolo, it is lambda meter like second raised to minus 1. Second raised to minus 1, second raised to minus 2. Meter per second square. Meter per second square. Correct. Second square. Minus 1. Okay. You would end the approximately 12. Joule like Joule. ഇവിടെ ജൂൾ സെക്കൻഡ് കണ്ടോ ജൂൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡ് ഉണ്ട് ഇൻറ്റു പിന്നെന്താ സെക്കൻഡ്. ഈ സെക്കൻഡ് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റി സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ആണ്. ഇവിടെ ഒക്കെ സെക്കൻഡ് റൈസ് ടു മൈനസ് 1. സെക്കൻഡ് റൈസ് ടു മൈനസ് 1. ഇവിടെ എന്തായിരിക്കും സെക്കൻഡ് റൈസ് ടു മൈനസ് 1. അപ്പൊ ഈ സെക്കൻഡ് റൈസ് ടു മൈനസ് 1 സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ക്യാൻസൽ ആവും. Then final answer in എന്താ കിട്ടുള്ളൂ മീറ്ററിലേക്ക് കിട്ടുള്ളൂ. So your final answer in meter. Okay. So it is correct. ഒരു കാര്യമുണ്ട്, എപ്പോഴും കിലോഗ്രാമിലെ നമ്മൾ മാസ് എഴുതാവും, അല്ലെങ്കിൽ നമ്മൾ അബദ്ധം കിട്ടും. ചില പ്രോബ്ലത്തില് ഗ്രാമിൽ അവർ മാസ് വരും. ഗ്രാമിൽ നേരിട്ട് എഴുതി വെച്ചാൽ our answer is wrong. ഓക്കെ. ഗ്രാമിനെ എന്താക്കണം കിലോഗ്രാം ആക്കണം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് മെയിൻ ഔട്ട്പുട്ട് ആണ് ഈ മാസ് എപ്പോഴും കിലോഗ്രാമിലാണ് നമുക്ക് ചെയ്യാവുള്ളൂ. ഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ കിലോഗ്രാമിലാക്കിയ ശേഷം പ്രോബ്ലം ചെയ്യാവും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തെങ്കിലും കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈസ് ഗുഡ്. ഓക്കെ. ഇത് നിർബന്ധമില്ല, പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ മതി. വേണമെങ്കിൽ താഴെ ഒരു ഷോർട്ട് നോട്ട് എഴുതി വെച്ചോ. ദ മാസ് ഇൻ de Broglie equation, the mass in de Broglie equation is always in kilogram. Okay. So ഇത് നമുക്ക് ഇനി സോൾവ് ചെയ്യാം. ഞാൻ ഇനി മുകളിലേക്ക് സ്പേസ് ഇല്ല, മുകളിലേക്ക് സോൾവ് ചെയ്യാൻ പോണേ. ഓക്കെ. സോ നമ്മള് ഇനി നേരെ ഇങ്ങനെ പോകണം, റൈറ്റിംഗ്സ് ഇങ്ങനെ പോകാം. ഓക്കെ. സംശയം ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ ഇതിലേക്ക് പോകാം. നമ്മൾ ലാംഡ ഏതാ കിട്ടുക മീറ്ററിലാണ് കിട്ടുക. ഓക്കെ. നമുക്കിത് ഈ റൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണേ. സാധാരണഗതിയിൽ നമ്മൾ നോർമൽ ക്ലാസ്സിലാണെങ്കിൽ നേരിട്ടങ്ങ് പോവാം. ഓക്കെ. So you take your calculator. Okay. So what is that? Okay. Here 2 into 3.0. Like 2 into 3.0 into, okay, 3.0 2 into 9.1. Like 9.1 equal to, okay. Oh, English right? 54.69. 54.6. Now you just consider like this way. This is equal to then 6.6 into 10 raised to minus 34. Okay. Now unit analysis so divided by, okay, root of okay. Then it is 54.6 into 10 raised to minus 25 minus 31. 25 31. Okay. 6. Okay. Then 5 56 minus 56. കാരണം ഇവിടെ നമുക്ക് ഈവൺ നമ്പർ വേണം. കാരണം ഇതെന്താ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ 3 വരാൻ പാടില്ല. ഓക്കെ. 5 വരാൻ പാടില്ല. 2 വരാം, 4 വരാം, ഓക്കെ, 6 വരാം, 8 വരാം, ഇതൊക്കെ വരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു നമ്പർ ആയത് 56. കാരണം 56 ഡിവൈഡ് ബൈ 2 ഉണ്ട്. അപ്പോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പില് എന്ത് ചെയ്യും, ഈ 10 raised to minus 56 നമ്മൾ റൂട്ടിൽ പുറത്തിറക്കും.
റൂട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പോകണേ. പുറത്തിറക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, 56 ഡിവൈഡ് ബൈ 2 നോക്കിയാൽ മതി. ഇറ്റ് ഈസ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ദെൻ 2 2 4 അല്ലേ? അപ്പൊ 2 ഓക്കെ, ദെൻ 16 അപ്പൊ 28 കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ -28 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.6 into 10 raised to -34 divided by root of 54.6 into എന്തിനു റൂട്ടില്ല കേട്ടോ, റൂട്ടില്ല, 10 raised to -28. ക്ലിയർ? 10 raised to -28. ഇനി നമുക്ക് റൂട്ട് എടുക്കാൻ മതി, ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. ഇതിന്റെ റൂട്ട് 6.6 ഓക്കെ. അപ്പൊ റൂട്ട് 54.6 ആ നോക്കാം. ആദ്യം നമ്മൾ റൂട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ കാൽക്കുലേറ്ററിൽ അങ്ങനെയാണ് സയന്റിഫിക് ആയിട്ടുള്ള റൂട്ട് എടുത്തിട്ട് 54.6 ഇതിന്റെ കംപ്ലീറ്റ് ഉപയോഗം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ബ്രാക്കറ്റ് കിട്ടി ഏതോ ഒറ്റ സ്റ്റെപ്പിന് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അത് അല്പം കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, 54.6 റൂട്ട് എടുത്തു. അപ്പൊ എന്ത് കിട്ടി? 7.3891. അപ്പൊ 389 മതി. Okay, so 7 point ട്ടോ. Okay, so that is equal to, okay, and here again 6.6 into 10 raised to ഇനി വേണമെങ്കിൽ ഇതൊന്നും കൂടി സോൾവ് ചെയ്യാം കേട്ടോ. ഇത് സോൾവ് ചെയ്യാം, അതായിരിക്കും ബെസ്റ്റ്. അവിടെ -34 ഡിവൈഡഡ് ബൈ ഇതിന്റെ വാല്യൂ എത്ര കിട്ടിയ? 7.389 കേട്ടോ. 7.389 into 10 raised to ഇവ -28. ഓക്കെ, എനിക്ക് താഴത്ത് മാറ്റാലോ. ഓക്കെ, നിങ്ങൾ പിന്നെ ചെയ്യുമ്പോൾ ലാസ്റ്റ് എഴുതുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്താൽ മതി, പോസ് ചെയ്ത് ബാക്കിലേക്ക് പോയി ചെയ്താൽ മതി. സോ അഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 28 മുകളിലേക്ക് പോയി, അപ്പൊ +28 ആയി. അപ്പോ 34 -28. ഓക്കെ, അപ്പൊ തോന്നുന്നു 8 മാറുമ്പോ 4, അപ്പോ 6. ഓക്കെ, സോ എനിക്ക് 6 കിട്ടും അല്ലെ? 6 അപ്പൊ -6 കിട്ടും. ഓക്കെ, ഇനി ഈ ഭാഗം ചെയ്യാം. 6.6 ഡിവൈഡ് ബൈ 7.389. ഓക്കെ, 6.6 ഡിവൈഡ് ബൈ 7.389. Okay, that is equal to 0. Is equal to 0.8932. Okay, into 10 raised to. Okay, എത്ര വന്നു? -6. Okay, 10 raised to -6. അത്രയും യൂണിറ്റ് നമുക്ക് ലാസ്റ്റ് എഴുതാൻ പോവാണ്, മീറ്റർ ആണ്. സോ ഇറ്റ് ഈസ് ഇൻ എ മീറ്റർ. പക്ഷെ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഒരു സംഖ്യ മാറ്റിയിട്ട് അപ്പുറത്തേക്ക് എഴുതാം. ഓക്കെ, അതപ്പോൾ കാണാൻ ഒരു രസം മാത്രമല്ല, അത് സയന്റിഫിക്കലി എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതുമ്പോൾ ഇവിടുന്ന് ഒരു സാധനം മാറ്റി കഴിഞ്ഞാൽ 10 raised to -1 പുറത്തിറങ്ങി. ആ 10 raised to -1, 10 raised to -6, 10 raised to -7. Okay, so it is equal to 8. Okay, then it is 8.932. Okay, into 10 raised to -7 meter. Okay, so that is equal to lambda. So this is the answer for the question. Clear? നമ്മളത് ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തു. റൈറ്റ്, സോ ഇറ്റ് ഇസ് 2.21 അല്ലേ നമ്മൾ ചെയ്തേക്കണം? 21. ഓക്കെ, 21 ആൻസർ. കാരണം അവർ ചിലപ്പോൾ ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ടോ ആൻസറിൽ, ചിലപ്പോ മീറ്ററിൽ തരാതെ വേറെ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. 21 അല്ലേ? ഓ, അവർ ആങ്സ്ട്രോമിൽ കൊടുത്താണ്. വാട്ട് ഈസ് ദാറ്റ്? ഇൻ ആങ്സ്ട്രോം. ഓക്കെ, സോ ആങ്സ്ട്രോമിൽ നമുക്ക് ആക്കാതെ കുഴപ്പമില്ല. സോ യു ചേഞ്ച് ഇൻ ടു ആങ്സ്ട്രോം. ആങ്സ്ട്രോം വരണമെങ്കിൽ ഇവിടെ ആങ്സ്ട്രോം എപ്പോഴും 10 raised to 10 ആണ്. അപ്പൊ ഇവിടെ 10 raised to -7 ആയിട്ടുള്ളൂ. ഇനി 3 സാധനം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 raised to -10 കിട്ടി. അപ്പൊ ആങ്സ്ട്രോം നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അഗൈൻ ഐ എം റീറൈറ്റിംഗ് 1 2 3. ഓക്കെ, 3 സാധനം മാറ്റിയേ. സോ ഇറ്റ് ഈസ് അപ്പോ 8 9 3 2 0.0. ഓക്കെ, സാധനം കറക്റ്റ് ആയിട്ട് 0.0 അപ്പുറത്ത് 0.0. അപ്പൊ എത്ര സ്ഥലം മാറി? 1 2 3. ആ 3 ഇവിടെ വന്നു. 10 raised to -3 വന്നു. 10 raised to -3, 10 raised to -7, 10 raised to into 10 raised to -10 മീറ്റർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പറയുന്നതാണ് ആങ്സ്ട്രോം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ആങ്സ്ട്രോം. Now again you can write that is equal to 8932 angstrom. Okay, so this is our textbook answer. Textbook answer നമ്മൾ ചെക്ക് ചെയ്യാം. സോ നമ്മൾ ചെക്ക് ചെയ്യുന്നു, എത്ര കിട്ടി? 8967 അല്ലേ? 67. ആ ലാസ്റ്റ് രണ്ട് ചെറിയൊരു മാറ്റമുണ്ട്. 6. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്ന് നമ്മൾ 6.6 ഇട്ടാ പോയത്. ഓക്കെ, ഒറിജിനൽ വാല്യൂ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമ്മള്
6.6 6.38 don't worry. Okay, only small difference, but 3 to 6 are okay. It's not a large difference. So that is the one of the question for the Broglie principle, based on the Broglie principle. One more question we are doing. ഇതേപോലെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇത്ര വിശദീകരിച്ച് പറഞ്ഞതും ഈ ഭാഗത്ത് പേടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ആ ഭാഗത്ത് പറഞ്ഞതും. ഡോണ്ട് കൺഫ്യൂസ് ദിസ് പാർട്ട്. ഓക്കെ, ബിക്കോസ് our final answer must be in meter and you apply mass in kilogram. That's the only thing you must understand. The rest of the thing you forget it, no problem. Okay. Then we come through another problem. So that is another problem. What is another problem? Where is that? Circumference in the question ഞാൻ ചെയ്യണില്ല കേട്ടോ. ഒരു 32 ക്വസ്റ്റ്യൻ ഉണ്ട്. തൽക്കാലം ഞാൻ ഇത് ലോങ്ങേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് പിന്നീട് ഒരു സമയത്ത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 32 ഇതിനെ വെച്ചിട്ടാണ്. നോ പ്രോബ്ലം. ഓക്കെ, നമ്മളത് ചെയ്യുന്നില്ല. അപ്പൊ ഏകദേശം ഈ ഒരു സെക്ഷനിൽ കഴിഞ്ഞു. Now you go to what is that? Solved question. Solved question നോക്കൂ. Problem number 2.12. It is a direct question. H divided by MB apply ചെയ്താൽ മതി. Direct question. Problem number 2.13. ഇപ്പൊ നമ്മൾ ചെയ്ത പോലത്തുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അവർ വേറെ രീതിയിലേക്ക് അവർ ചെയ്തേക്കണം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് തിങ്. യു go through our own way. നമ്മൾ ചെയ്ത പോലെ പോവാം. അവര് റൈസ് ടു 1/2 റൈസ് ടു 1/2 വേറെ ഒന്നുമല്ല, റൂട്ട് എന്നാണ്. Then problem number 2.14 എന്ത് ചെയ്യാം ഓക്കെ. അപ്പൊ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മള് ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണ്ടേ. ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പിന്നെന്താണ് എം വി ആണ്, എം വി. സോ ഈ എച്ചിന്റെ വാല്യൂ നമുക്ക് അറിയാം. എം എപ്പോഴും ഏതിൽ വേണം, കിലോഗ്രാമിൽ വേണം. ഓക്കെ, ഈ വെലോസിറ്റി എപ്പോഴും എന്ത് വേണം, മീറ്റർ പെർ സെക്കൻഡിൽ വേണം. ഓക്കെ, അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ഇൻ എ മീറ്ററിൽ കിട്ടും. ഓക്കെ, ഇത് സൈഡിൽ എഴുതി വെച്ചു. ഇത് ജൂൾ സെക്കൻഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യം സൈഡിൽ എഴുതി വെച്ചു. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പില്ല. ഓക്കെ, യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ക്ലിയർ? സോ ടുഡേ ഐ എം കംപ്ലീറ്റിംഗ് that the Broglie principle is a very, very important one. And so this is the Broglie. And വേറെ കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നോട്ട് നിങ്ങൾ പക്കയായിരിക്കും. കാരണം ഈ കൊല്ലം നമുക്ക് അസൈൻമെന്റ് ഒക്കെ തരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിന് പകരം നമ്മൾ നോട്ടാണ് അസൈൻമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നോട്ട് ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ പഠിക്കാം. ഓക്കെ, നോട്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അവസാനം നോട്ട് ചെക്ക് ചെയ്യും. നോട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് പോയിട്ട് അവിടെ പോയി എഴുതുക, അവന്റെ മേടിച്ച് എഴുതുക, ഇവരെ മേടിച്ച് എഴുതുക, അതൊക്കെ പ്രയാസമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇന്ന് പഠിക്കണ തന്നെ ഇന്ന് പഠിപ്പിക്കണ തന്നെ ഇന്ന് പഠിക്കാം, വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കാണ്ടിരിക്കുക. അതാണ് ഒരു സയന്റിഫിക് അപ്രോച്ച്. ഓക്കെ, നമുക്കൊരു ഹിസ്റ്ററി ആണെങ്കിൽ സോഷ്യോളജി ആണെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് പോട്ടെ, ഒരു വഴിക്കൂടെ പോട്ടെ, നമ്മൾ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പരീക്ഷയാകുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി മറിച്ചു നോക്കി, കാരണം ഇതിലൊരു കഥയാണ്. ഓക്കെ, സോഷ്യോളജി ഹിസ്റ്ററി ദിസ് ഈസ് എ സ്റ്റോറി. കഥ എന്ന് ഉദ്ദേശിക്കുന്നത് റോങ് മീനിങ്ങിനല്ല, ഇറ്റ്സ് എ സ്റ്റോറി. ഓക്കെ, അതൊരു സ്റ്റോറിയാണ്. അപ്പോ ആ കഥ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ വായിക്കാം. ഇറ്റ്സ് നോ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ബട്ട് ഇതങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ടുള്ള പാറ്റേണിൽ കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയിൽ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇത് നമ്മൾ പെട്ടെന്നൊരു ദിവസം പോയിട്ട് വായിച്ചിട്ട് കഥ വായിക്കുന്ന പോലെ വായിച്ചിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറേശ്ശെ പഠിച്ചു പോവാം. ഓക്കെ, പഠിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം തലക്കെറ്റി വെക്കണം എന്നല്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ശരിക്കും പഠിച്ചു, അത് കാണാതെ എഴുതാൻ നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്നാ പിന്നെ അത് ഫോർഗെറ്റ് ഇറ്റ്, നമ്മൾ മറന്നു കളഞ്ഞേക്കാം. പരീക്ഷ ആകുമ്പോൾ പിന്നെ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ തലയ്ക്കൊരു വെയിറ്റ് കൊടുത്ത പോലെ ഒന്നും ആവരുത്. ഓക്കെ, പഠിക്കുക, മറന്നു കളയാം, പിന്നെ പുതിയ പഠിക്കുക, മറന്നു കളയാം. ആ ലെവലിൽ വേണം നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകാം. Okay, and thank you for listening and watching. Okay, so study well. Okay, be safe. Thank you.